بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده والصلاة والسلام على أفضل المرسلين وعلى جميع الأنبياء والمرسلين والملائكة والصحابة والقرابة والذريات والآل والأزواج والتابعين ثم إذا أراد الجماع പിന്നെ ആ ഭർത്താവ് ജിമാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ തഗത്തയ ബിസൗബിൻ അവ രണ്ടാളും പുതക്കണം, ഒരു വസ്ത്രം. വഖദ്ദമ ഖുബൈലഹു അതിൻ്റെ തൊട്ട് മുമ്പ് രണ്ടാളും മുന്തിക്കണം. തനല്ലുഫിന് വൃത്തിയാകണം. വത്തയ്യുബ സുഗന്ധം പൂശലും, അതുപോലെ വത്തഖബീല ചുംബനവും, വനഹ്വഹു അതുപോലെയുള്ള മിമ്മാ യൻഷുത്തുലുഹു അതിന് ആവേശം നൽകുന്ന കാര്യങ്ങളാണ്. ലിൽ അംരി ബിഹി അങ്ങനെയെല്ലാം ചെയ്യണമെന്ന് കൽപ്പന ഉണ്ടായതിനു വേണ്ടി, ശുദ്ധിയാകാനും ശേഷം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും കൽപ്പനമുണ്ട്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞു, ഫീ വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന എന്ന ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇന്നി ലഉഹിബ്ബു അൻ അതസയ്യന തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഭംഗിയാക്കാം, ലി സൗജത്തി എൻ്റെ സൗജിനു വേണ്ടി, കമാ ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ, അൻ തതസയ്യന അവൾ ഭംഗിയാകാൻ, ലി എനിക്ക് വേണ്ടി, ലി ഹാദിഹിൽ ആയത്തി ഈ ആയത്തിനു വേണ്ടി. അപ്പോൾ വലഹുന്ന അവർക്കുണ്ട് മിസ്ലുല്ലദീ അലൈഹിന്ന ആ ഭാര്യമാരുടെ മേലിൽ ഉള്ളതുപോലെയുള്ള ബാധ്യതകൾ ഭർത്താക്കന്മാരുടെ മേൽ അവർക്കുണ്ട് എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ തഫ്സീറിൽ പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എൻ്റെ ഭാര്യ എനിക്ക് ഭംഗിയായി വരൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഭംഗിയാകണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നു, ഈ ആയത്ത് അങ്ങനെ കൽപ്പിച്ചതിന് വേണ്ടി. വഖാല കുല്ലും മിന്നുമ ഈ ഭാര്യ ഭർത്താക്കന്മാരിൽ ഓരോരുത്തരും പറയുകയും വേണം. വലുമായി മിനൽ വലതി അത് സന്താനം ഉണ്ടാകലിനെ തൊട്ട് ആശ മുറിയലോട് കൂടെയാണ്. വാർദ്ധക്യമോ അതുപോലെയുള്ള കാരണങ്ങളോ ഉള്ള ആൾക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് സന്താനം ഉണ്ടാകൂല. അങ്ങനെയുള്ള ഒരു ആശ മുറിയലോട് കൂടെയാണെങ്കിലും രണ്ടാളും പറയണം. രണ്ടാളും പറയണം എന്ന് പറയുമ്പോൾ ഒരാൾ പറഞ്ഞാൽ പോലെ ഭാര്യയും വേണം പറയാം, ഭർത്താവും വേണം പറയാം. ഭർത്താവ് മാത്രം പറഞ്ഞാൽ പോരാ. കമക്തല്ലാഹു ഇത്ലാഖുഹും എന്താണ് അങ്ങനെ ആശയില്ലാത്തപ്പോഴും പറയണം എന്ന് പറയാൻ കാരണം അങ്ങനെയാണ് അവരുടെ ഇത്ലാഖ് തേടിയിട്ടുള്ളത്. അങ്ങനെ തേടിയതിനു വേണ്ടി ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തന എന്ന് പറയണം. വൽ യതഹറ അവർ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. ഇസ്തിഹ്ദാറ ദാലിക അത് ഈ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തന എന്നതിനെ മനസ്സിൽ കൊണ്ടുവരും.
ബിസുദുഖിൻ യഥാർത്ഥത്തോടുകൂടെ നിലക്ക്, നല്ല നിഷ്കളങ്കയോടുകൂടെയും ഇഖ്ലാസോടുകൂടെയുമായ നിലക്ക് ഹൃദയത്തിൽ കൊണ്ടുവരലിനെ പ്രത്യേകം സൂക്ഷിക്കണം. ഫി ഖൽബിഹി അവൻ്റെ ഹൃദയത്തിൽ എന്തൽ ഇൻസാലിൻ്റെ സമയത്ത്, ആ ഇന്ദ്രിയം സ്കരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ദിക്ർ ഇഖ്ലാസോടുകൂടെയും സുദുഖുൻ നിയ്യത്തോടുകൂടെയും മനസ്സിൽ കൊണ്ടുവരൽ അവൻ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് ചെയ്യണം. ഫൈനലഹു അസറും ബയ്യനൻ, കാരണം അങ്ങനെ കൊണ്ടുവരുന്നതിന് വ്യക്തമായ അടയാളമുണ്ട്, ഫലമുണ്ട്, വ്യക്തമായ ഫലമുണ്ട്. ഫി സലാഹിൽ വലത്, ആ കുട്ടിയുടെ സലാഹിലും വൈദിഹി അല്ലാത്തതിലും, കുട്ടി സാലിഹായി തീരുന്നതിലും അല്ലാത്തതിലുമൊക്കെ ഈ ദിക്ർ ആ സമയത്ത് പ്രത്യേകിച്ച് ഹാജരാക്കുന്നതിന് വലിയ തൗഫീറുണ്ട്. വലാ യുക്റഹു, ഇത് കറാഹത്താക്കപ്പെടില്ല. ജിമാ ലിൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് തിരിഞ്ഞവരായ നിലക്ക് കറാഹത്തൊന്നുമില്ല. ഓരോ ബിസഹറ, അത് മരുഭൂമിയിലാണെങ്കിലും. വയുക്റഹു, കറാഹത്താക്കപ്പെടും തക്കല്ലുമു അഹദിഹിമ, ഇവ രണ്ടിലും ഒരാൾ സംസാരിക്കൽ കറാഹത്താണ്. അസ്നാഹു, ജിമാഇന്റെ ഇടയിൽ. ലാ ഷൈഉൻ മിൻ കൈഫിയാത്തിഹി, അതിൻ്റെ രൂപങ്ങളിൽ യാതൊന്നും കറാഹത്തില്ല. അതിൻ്റെ രൂപങ്ങളിൽ, ജിമാഇന്റെ രൂപങ്ങളിൽ യാതൊരു കൈഫിയത്തിലും കറാഹത്തില്ല. ഹൈസു ഇജ്തനബ ദുബറ, ദുബുർ അവൻ ഒഴിവാക്കുന്ന സമയത്ത്, ദുബറിനോടല്ല ചെയ്യുന്നത്, എന്നാൽ ഏത് രൂപത്തിൽ ചെയ്താലും അതിനൊന്നും എന്തില്ല, കറാഹത്തില്ല. അതായത് അവൾ ചെരിഞ്ഞു കിടന്നിട്ടോ അല്ലെങ്കിൽ വളർന്നു കിടന്നിട്ടോ അല്ലെങ്കിൽ നിന്നിട്ടോ അല്ലെങ്കിൽ കമഴ്ന്നു കിടന്നിട്ടോ ഏത് ഭാഗത്തിലൂടെ എങ്ങനെയാണെങ്കിലും അത് കറാഹത്തൊന്നുമില്ല. പക്ഷേ ദുബുറ് ചെയ്യാൻ പാടില്ല. ഇല്ലാമ യഖ്ളി തബീബുൻ അദുൽ, ഇല്ലാമ ഒന്നൊഴികെ നീതിമാൻ ആയ തബീബ്, വിഷയത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആൾ. കേവലം ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ പോരാ. കാരണം ഇത് ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് പലരും നടക്കുന്നുണ്ട്. അതല്ല, നീതിമാനാകണം. അതോടുകൂടെ വിഷയത്തിൽ അയാൾ അഗാധ പാണ്ഡിത്യമുള്ള ആളുമാകണം. അയാൾ വിധിക്കുന്നു ബിളറഹി, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ചില ആൾക്കാർക്ക് ചില രൂപം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടാകും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയുന്നത് അല്ലാത്ത മറ്റ് ശറഈയ നിലക്ക് ഏത് രൂപത്തിലും അതിൽ കറാഹത്തൊന്നും ഇല്ല. വയഹ്റമു ദിക്റു തഫാസീലിഹി, അതിൻ്റെ തഫ്സീലുകളെ പറയൽ ഹറാമാണ്. ആ ജിമാഇന്റെ തഫ്സീലുകൾ, അതിൻ്റെ വിശദീകരണങ്ങൾ പറയൽ ഹറാമാണ്. ഹറാമാണെന്ന് മാത്രമല്ല, ബൽ സഹിയായി വന്നിട്ടുണ്ട് മാ യഖ്തദി അന്നഹു കബീറത്തുൻ, അങ്ങനെ പറയൽ വന്തോഷം തന്നെയാണ് എന്ന് തേടുന്ന തെളിവുകൾ വന്നിട്ടുണ്ട്. വമറ ആനിഫൻ, അല്പം മുമ്പ് കഴിഞ്ഞുപോയി, അല്പം മുമ്പ് കഴിഞ്ഞുപോയി. ഹുക്കുമു തഖയ്യുലി ഗൈരിൽ മൗതുഅത്തി, മൗതുഅത്ത് അല്ലാത്ത പെണ്ണിനെ പറ്റി സങ്കല്പിക്കുന്ന എന്ന് വിധി. മുമ്പ് പറഞ്ഞല്ലോ, ഒരു ഹസനായ സുന്ദരിയായ പെണ്ണിനെ മനസ്സിൽ കണ്ടുകൊണ്ട് സ്വന്തം അരീരത്തിനെ ജിമാജി, ആ വിഷയം മുമ്പ് കഴിഞ്ഞു. അപ്പൊ അതിൻ്റെ നിയമമൊക്കെ പറഞ്ഞു തീര പറയപ്പെട്ടിട്ടുണ്ട്. യഹസുലു തെർക്കുഹു, ജിമാഴ് ഒഴിവാക്കൽ നന്നാകും. ലൈലത്ത അവ്വൽ ഷഹരി, മാസത്തിൻ്റെ ഒന്നാമത്തെ രാവ്. അതുപോലെ വസത്തഹു, മാസത്തിൻ്റെ മധ്യഭാഗത്ത്. ആഖിറഹു, മാസത്തിൻ്റെ അവസാന ഭാഗത്ത്. അപ്പോൾ മാസം ആദ്യത്തെ രാവ്, മധ്യത്തിന്, അവസാന ഭാഗത്ത് ജിമാഴ് ഒഴിവാക്കൽ നല്ലതാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ലിമാ ഖൈല, എന്താണ് പറയാൻ കാരണം? ലിമാ ഖൈല, പറയപ്പെട്ടതിന് വേണ്ടി. അന്ന ശൈത്താന യഹ്ദുറുഹു ഫീന, തീർച്ചയായും ഷെയ്ത്താൻ ആ ജിമാഇന് ഈ രാവുകളിൽ ഹാജരാകും. ഒന്നാം, അതുപോലെ പകുതി,
അതുപോലെ അവസാന രാവുകളിൽ ശൈത്താൻ ജിമാഇന്റെ സമയത്ത് ഹാജരാകും എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒന്ന് അതുപോലെ പകുതി അവസാന രാവുകളിൽ അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. നവയുറന്തു ഈ കീഴയെ തള്ളപ്പെടും ബി അന്നദാലിക്കലം യസുബുത്ത് ഫീഷയും അപ്പറഞ്ഞിരിക്കുന്ന ആ വിഷയം ഈ ഒന്നിൻ്റെ അന്നും പകുതിൻ്റെ അന്നും അവസാന രാവിൻ്റെ അന്നും ശൈത്താൻ ഹാജരാകും എന്നതിനെ പറ്റി ഒരു വസ്തു സ്ഥിരപ്പെട്ടിട്ടില്ല. ഒരു രേഖയുമില്ലാത്ത പരാമർശമാണത്. രേഖയില്ലാത്തത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു പ്രശ്നം ഒബി ഫറുഹി. ഇനി അഥവാ അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് സങ്കല്പിക്കൽ കൊണ്ട് തന്നെ ആ ദിക്റുൽ വാരിദ് യംനഉഹു, ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന വാരിദാ ദിക്ർ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താന എന്ന് പറഞ്ഞിരിക്കുന്ന ആ ദിക്ർ യംനഉഹു, ആ ശൈത്താനെ തടയുകയും ചെയ്യും. അപ്പോൾ അത് ഏത് നിരക്കാണെങ്കിലും അത് പരിഗണിക്കേണ്ട വിഷയം അല്ല. വയുന്തബു സുന്നത്താക്കപ്പെടും ഇതാ തക്കദ്ദമ ഇൻസാലുഹു, അവൻ്റെ ഇൻസാല് മുൻകടന്നാൽ ആ യുംഹില, അവൻ സാവകാശം നൽകൽ സുന്നത്താണ്. എന്തിനു വേണ്ടി? തുൻസില, അവൾക്ക് ഇൻസാൽ ഉണ്ടാക്കേണ്ടത്. വായതഹറാബിഹി, ആ ജിമാഴ് കൊണ്ട് സൂക്ഷിക്കൽ. വഖ്ത സഹരി, സഹർ അത്തായത്തിൻ്റെ സമയം. ലിൽ ഇത്തിബാഴി, ഇത്തിബാഴിന് വേണ്ടി. ഹിക്മത്തുഹു, അതിൻ്റെ ഹിക്മത്ത്, ഈ അത്തായ സമയം തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഹിക്മത്ത് ഇന്തിഫാവ് ഷിബൈ വൽ ജുഇൽ മുഫ്രിത്തൈ, ഈ അമിതമായ ഷിബഴും ജുറും ഇല്ലാതിരിക്കുക. ആ സമയത്ത് അമിതമായ വയറ് നിറക്കലുണ്ടാവില്ല, വിശപ്പുണ്ടാവില്ല. ഹൈലൈദിൻ, ആ സമയത്ത്. ഇത് കാരണം ഹുവാ ജിമാൾ മാഹദീമ, ഇവ രണ്ടാൾ ഒന്നോടുകൂടെ മുതിർവ്, അത് ബുദ്ധിമുട്ടാക്കുന്നതാണ് ഗാലിബൻ, അധികവും. അപ്പോൾ അധികമായ വിശപ്പ് അല്ലെങ്കിൽ അധികമായ വയറ് നിറക്കലുള്ള സമയത്ത് അത് ആരോഗ്യത്തിന് ഹാനികരം ആയ സംഗതിയാണ്. കൽ ഇഫ്രാത്ത് ഫീഹി, ഏതുപോലെ ആ ജിമായിൽ ഓവറാക്കൽ പോലെ. മാ തക്കല്ലുഫി, വളരെ സാഹസപ്പാടോടുകൂടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി ആഗ്രഹിച്ചുകൊണ്ടല്ല, അവൻ എന്ത് ചെയ്യാൻ ഈ അതിനു വേണ്ടി സാഹസപ്പാട് ചെയ്ത് വീണ്ടും 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 പോലെ അമിതമായി ചെയ്തുകൊണ്ടിരിക്കുക. ബാദുൽ അതിബായി, ചില അതിബാൽ ലബത്ത് ചെയ്തിട്ടുണ്ട്. അംഫാഹു, ആ ജിമായിൽ ഏറ്റവും ഉപകാരപ്രദമായത് ബിയൻ യജിദ, അവൻ എത്തിക്കൽ കൊണ്ട് ദാഇയത്തുഹു, അതിലേക്കുള്ള ഒരു ആശ, ബിൻ നഫ്സിഹി, അവൻ്റെ സ്വന്തം മനസ്സിൽ നിന്ന്, ലാഭ്യ വാസത്വത്തിൽ, മറ്റൊരു പ്രത്യേക ഏതെങ്കിലും ഒരു ഇടപെടൽ കൊണ്ട്, ഒരു മാധ്യമം മുഖേന അല്ല, സ്വന്തമായി അവൻ്റെ മനസ്സിൽ ഇതിലേക്ക് താല്പര്യം വരിക. ആ വാസ്തവതുപോലെയൊക്കെ തഫക്കുര്, അങ്ങനെ ചിന്തിക്കൽ പോലെ, അങ്ങനെയുള്ള പ്രത്യേക കാരണം കൊണ്ടുണ്ടായതല്ല, അല്ലാത്ത രൂപത്തിലുള്ള ഒരാഗ്രഹം ആ സമയത്തുള്ളതാണ് ഏറ്റവും ഉപകാരപ്രദമായത്. അപ്പോൾ പ്രകൃതി ആവശ്യപ്പെടുന്നതാണ്. നാം ഫിൽ ഖബരി സഹീഹി, പക്ഷേ സഹിഹായ ഹദീസിൽ ഉണ്ട്. അമ്രുമൻ, ഒരുത്തനോട് കൽപ്പിക്കലുണ്ട്. റാ, അയാൾ കണ്ടു, ഇമ്രാത്തൻ, ഒരു സ്ത്രീയെ, ഫഅജബത്ഹു, ആ സ്ത്രീ അയാളെ അത്ഭുതപ്പെടുത്തി, ബിഹി, ആ ജിമാവ് കൊണ്ട് കൽപ്പിക്കലുണ്ട്. അതിപ്പോൾ എന്താണ്? ഇപ്പോൾ അത് ഒരു പ്രത്യേക കാരണം കൊണ്ടുണ്ടായതാണ്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. വഅല്ലലഹു, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണവും പറഞ്ഞു. ബി അന്നമാ മാ സൗജത്തിഹി, അവൻ്റെ സൗജത്തിൻ്റെ കൂടെ ഉള്ളത്, കമാ മാൽ മറിയത്തി, ആ കാണപ്പെട്ട പെണ്ണിൻ്റെ കൂടെ ഉള്ളതുപോലെയാണ്.
എന്ന് അതിന് കാരണവും പറഞ്ഞു. അപ്പോൾ ഇപ്പം എന്താ, മറ്റൊരു സ്ത്രീയെ, ഒരു സുന്ദരിയെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ആഗ്രഹം ജനിച്ചു. അങ്ങനെ ആഗ്രഹം ജനിച്ചാൽ ആ ആഗ്രഹം പൂർത്തിയാക്കലാണ് നല്ലത്. കാരണം അത് ഭാര്യയെ കൊണ്ട് പൂർത്തിയാക്കിയാൽ എന്നാൽ പിന്നെ തെറ്റിലേക്ക് പോകലിനെ തൊട്ട് അവനെ അത് തടയും. അപ്പോൾ ഫെയിലുഹു യൗമൽ ജുമാഅത്തി ഖബല ദഹാബി ഇലൈഹ, വെള്ളിയാഴ്ച അത് ചെയ്യാം. ജുമായിലേക്ക് പോകുന്നതിന് മുമ്പ് പകലും, ഔ ലൈലത്തഹ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ. അതുപോലെ വാല്ല യത്രുക്കഹു, ആ ജിമായിൽ അവൻ ഒഴിവാക്കാതിരിക്കണം. ഇന്ത ഖുദൂമി, അവൻ വരുന്ന സമയത്ത്, മീൻ സഫരിൻ, ഒരു യാത്രയിൽ. ഭാര്യയെ തൊട്ട് ഒരു വൈബത്തുണ്ടാകുന്ന രൂപത്തിലുള്ളൊരു യാത്ര, ആ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ സ്വാഭാവികമായൊരു ആഗ്രഹമുണ്ടാകുന്ന സമയമാണ്. ആ ദിവസം അത് ഒഴിവാക്കാതിരിക്കലും സുന്നത്താണ്. വതഖവീലഹു അദ്വിയത്തിൻ മുബാഹത്തിൻ, അതിനു വേണ്ടി അനുവദനീയമായ മരുന്നുകൾ കൊണ്ട് ശക്തിയാകലാകണം. മാരിആത്തിൽ ഖവാനീൻ തിബ്ബിയ, തിബ്ബിയായ ഖാനൂനുകളെ, നിയമങ്ങളെ പരിഗണിക്കലോടുകൂടെ, ബി ഖസ്ദിൻ സാലിഹിൻ, ഒരു സാലിഹായ ഉദ്ദേശത്തോടുകൂടെ. ഉദാഹരണം ഇഫത്തിൻ, ചാരിത്രശുദ്ധി, തെറ്റുകളെ തൊട്ടൊക്കെ സൂക്ഷ്മത ഉണ്ടാക്കി തീർക്കുക. ഔ നസ്രിൻ, അല്ലെങ്കിൽ സാലിഹ്യങ്ങളായ സന്താനമുണ്ടാകണം എന്ന ഉദ്ദേശം. അങ്ങനെ ആ ഉദ്ദേശത്തോടുകൂടെ ഇതിനു വേണ്ടി അനുവദനീയമായ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് തഖവി ചെയ്യൽ, അത് വസീലത്തുല്ലി മഹബൂബിൻ, അതൊരു മഹബൂബിനുള്ള വസീലയാണ്. ഒരു മഹബൂബ്, ഒരു ശറയിൽ അംഗീകരിക്കപ്പെട്ട കാര്യത്തിലേക്കുള്ള ഒരു മാർഗമാണ്. അപ്പോൾ അന്ന് എനിക്ക് ഫല്യക്കുൽ മഹബൂബൻ, അപ്പോൾ അതും മഹബൂബ് തന്നെയാണ്. ഫീമ യദ്ഹറു, ദലീലുകളിൽ നിന്ന് പ്രകടമാകുന്നത് അനുസരിച്ച്. എന്നാൽ വകസീറുന, പലരും യുഖ്തിഊന ദാലിക, അവർ ഇതെല്ലാം തെറ്റിപ്പോകും. അവർ ഈ തിബ്ബിൻ്റെ ഖാനൂനുകളെ സൂക്ഷിക്കലിനെ തൊട്ട് തെറ്റിപ്പോകും. ഫയത്തവല്ലത് മിൻഹു ഉമൂറും ധാരണത്തും, അപ്പം അത് കാരണമായി അതിനാൽ ഒരുപാട് ഉപദ്രവങ്ങളായ സംഭവങ്ങൾ തന്നെ ഉത്ഭവിക്കും. ജിദ്ദൻ, വളരെ ശക്തമായ. അതുകൊണ്ട് ഫൽ യഹ്ദർ, അവൻ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കലിനെ തൊട്ട് അവൻ സൂക്ഷിക്കണം. വതൂൽ ഹാമിലി വൽ മുർളി മൻഹിയുൻ അൻഹു, വതൂൽ ഹാമിലും വതൂൽ മുർളിയും അത് മൻഹിയുൻ അൻഹു, അത് നിരോധിക്കപ്പെട്ട കാര്യം. ഫയുക്റഹു, അങ്ങനെയാകുമ്പോൾ അത് കറാഹത്തുണ്ട്. ഇൻ ഖശിയ മിൻഹു ദററൽ വലദ്, ആ ജിമാഅ് കാരണമായി ഈ കുട്ടിക്ക് ഏതെങ്കിലും നിലക്കുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പേടിച്ചാൽ. ഗർഭം ഉള്ള സ്ത്രീയെ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീയെ ജിമാഅ് ചെയ്താൽ അതുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്ന് പേടിച്ചാൽ അത് കറാഹത്താണ്. ബൽ ഇൻ തഹഖഖഹു ഹറമ, എന്നല്ല, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഉറപ്പിക്കുകയാണെങ്കിലോ അപ്പോൾ അത് ഹറാമും. വമൻ അത്ലഖ അദമ കറാഹത്തിഹി, എന്നാൽ അത് കറാഹത്തില്ല എന്ന് ചിലർ നിരുപാധികമായി പറഞ്ഞവരുണ്ട്. അങ്ങനെ പറഞ്ഞവർ മുറാദുഹു, അവർ ഉദ്ദേശം ഇതാലം യക്ഷമിൻഹു ദററൻ, ആ ജിമാഅ് കാരണമായി കുട്ടിക്ക് ദററൊന്നും പേടിക്കാത്തിടത്താണ് അത് കറാഹത്തില്ല എന്ന് അവർ പറഞ്ഞത്. ഫസ്ലുൻ ഫി അർക്കാനിൻ നിക്കാഹ്, നിക്കാഹിന്റെ റുക്നുകളെ സംബന്ധിച്ച്. റുക്നുകൾ എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ അവിഭാജ്യ ഘടകം, അതിൻ്റെ ദാത്തിയാത്തിൻ്റെ പേരാണ് റുക്നുകൾ. ഒരു വസ്തുവിൻ്റെ ദാത്തി, ഉദാഹരണം നിസ്കാരത്തിൻ്റെ റുക്നുകൾ എന്ന് പറയാൻ, നിസ്കാരം എന്ന സാധനമാണ്. ആ നിസ്കാരമാകാൻ എന്തൊക്കെ വേണം, അതിൻ്റെ പേരാണ് അതിൻ്റെ റുക്ൻ. അപ്പം അതിൻ്റെ ദാത്തിയാത്തിൽപ്പെട്ടതിനാണ് റുക്ൻ എന്ന് പറയും.
അപ്പം നിക്കാഹിൻ്റെ റുക്കുനുകളെ സംബന്ധിച്ചും തവാബിഴ അതിൻ്റെ താബിഴുകളെ അനുബന്ധ കാര്യങ്ങളെ സംബന്ധിച്ചും പറയുന്ന വഹിയ ആ റുക്കുനുകൾ അർബാത്ത് 4 സൗജാനി ഒന്ന് ഭാര്യയും ഭർത്താവുമാകാൻ പോകുന്നവർ ഭാര്യയും ഭർത്താവുമാകാൻ പോകുന്ന ആളുകൾ മാ യഊരുവിനെ നോക്കിയിട്ടാണ് ആ പേര് മജാസ് മുർസല്ല വരിക. മറ്റൊന്ന് വലിയ, മറ്റൊന്ന് ഷാഹിദാനി, 2 സാക്ഷി, വേറൊന്നോ സീഗത്തും സീഗയും. സീഗ ഈജാബും കബൂലും 2. അപ്പൊ സീഗ 2, ഷാഹിദാനി 2, സൗജാനി 2, വലിയ മാത്രമേ ഉള്ളൂ. അപ്പൊ നിക്കാഹിന്റെ അവിഭാജ്യ ഘടകങ്ങൾ 6 1 7, അർക്കാന് 7. 4 എന്ന് പറഞ്ഞാലും 4 വശീകരിക്കുമ്പോൾ അത് 7. അപ്പോൾ ഇവിടെ വേണ്ടിയപ്പോൾ സൗജാനി, വലിയ, ഷാഹിദാനി, സീഗ ഇതെല്ലാം കൂടി ഓരോന്നായി എന്നിവ 4 എണ്ണിയത്. കദ്ദമഹ ഈ സീഗയെ മുന്തിച്ചു മുസല്ലിഫ് റഹ്മഹുല്ലാഹ് ലിന്തിഷാരിൽ ഖിലാഫി ഫീഹ. ആ സീഗയെ സംബന്ധിച്ച് ഖിലാഫ് വ്യാപകമായതിനു വേണ്ടി. അൽ മുസ്തദഇ എങ്ങനത്തെ ഖിലാഫ് വ്യാപകമാകലാണ്? അൽ മുസ്തദഇ തേടുന്ന ലിതൂനിൽ കലാമി അലൈഹ സീഗന്റെ മേൽ കലാമ് നീണ്ടുപോകലിനെ തേടും. സീഗന്റെ മേലിൽ കലാമ് നീണ്ടുപോകലിനെ തേടുന്ന രൂപത്തിലുള്ള ഖിലാഫിന്റെ ഇന്തിഷാറിന് വേണ്ടിയാണ് ചില കിതാബുകളിൽ ചില വിഷയങ്ങൾ മുന്തിക്കാൻ കാരണം പറയുന്നതായി അതിനെപ്പറ്റിയുള്ള ചർച്ച കുറവായതുകൊണ്ട് എന്ന് പറയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാരണം അതിനെപ്പറ്റി ചർച്ച നീണ്ടുപോകുന്നത് കൊണ്ടെന്ന് പറയും. അത് ഓരോരുത്തരും പരിഗണിക്കുന്ന ഓരോ കാരണങ്ങൾ, സന്ദർഭം പോലെ കാരണങ്ങൾ പരിഗണിക്കാം. അത് ഒരു നിയന്ത്രണമുള്ള വിഷയമല്ല. ഇപ്പോൾ കാല മുസല്ലിഫ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇന്നമാ യസ്ഹുൽ നിക്കാഹു ബിഇജാബ്, നിക്കാഹ് ഈജാബ് കൊണ്ട് മാത്രമേ സഹിയാകുകയുള്ളൂ. നിക്കാഹ് സഹിയാകണമെങ്കിൽ എന്ത് വേണം? ഈജാബ്. വലോ മിൻ ഹാസിരിൻ, അത് തമാശ പറയുന്ന ആളിൽ നിന്നുള്ള ഈജാബാണെങ്കിലും ശരി. വക്കന അപ്രകാരം തന്നെയാണ് കബൂലും തമാശ പറയുന്ന ആളിൽ നിന്നുണ്ടായാലും കബൂലാവും. അപ്പൊ ഈജാബ് തമാശ പറഞ്ഞാണ്, എന്നാലും ആ ഈജാബ് കൊണ്ട് നിക്കാഹ് ആകും. കബൂല് തമാശ പറഞ്ഞാണ്, ആ തമാശ പറഞ്ഞ കബൂല് കൊണ്ട് നിക്കാഹ് ആകും. വഹുവ ഈജാബ് എന്ന് പറഞ്ഞാൽ ആ യഖൂലൽ ആഖിദ് പറയല. ആഖിദ് ചെയ്യുന്ന ആൾ വലിയ, അയാൾ പറയലാണ് സവ്വജ്തുക, നിനക്ക് ഞാൻ ഇണയാക്കി തന്നു, നിനക്ക് ഞാൻ ഇണയാക്കി തന്നു. ഔ അങ്കഹത്തുക, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ചേർത്തു തന്നു. നിനക്ക് ഞാൻ ഇണയാക്കി തന്നു, നിനക്ക് ഞാൻ ചേർത്തു തന്നു. മൗലിയത്തി, എൻ്റെ മൗലിയത്ത്, അതായത് എൻ്റെ വിലായത്തിൽപ്പെട്ടിരിക്കുന്ന സ്ത്രീ. ഫുലാനത്ത്, ഇന്നാലിന്നവളെ.
മസലൻ അത് ഞാൻ ഒരു ഉദാഹരണമാക്കുന്നു. അവിടെ ഇങ്ങനെ തന്നെ ആകണ്ടല്ലോ, വാക്കുകൾ ഇതല്ലാത്ത രൂപത്തിലും വേണമെങ്കിൽ മാറ്റി പറയാൻ പറ്റും. ജസമബാദുഹും ഫുഖഹായിൽ ചിലർ ജസ്മ് ചെയ്തിരിക്കുന്നു ബി അന്ന ഉസവ്വിജുക ഔ ഉൻകിഹുക കദാലിക. ഉസവ്വിജുക എന്ന് പറഞ്ഞ വാക്കും ഉൻകിഹുക എന്ന് പറഞ്ഞ വാക്കും കദാലിക അപ്രകാരം തന്നെയാണ്. ഇൻ ഖല അത് ഒഴിവായാൽ ആ നിയ്യത്തിൽ വാഴി വാഗ്ദാനം ഉദ്ദേശിക്കല്ലത്. ഞാൻ നിനക്ക് വിവാഹം കഴിച്ച് തരും, ഞാൻ നിനക്ക് ചേർത്ത് തരും, ഞാൻ നിനക്ക് ഇടയാക്കി തരും എന്നൊരു വാഗ്ദാനം ഉദ്ദേശിക്കല്ലത്തൊട്ട് അത് ഒഴിവായാൽ ഉസവ്വിജുക മൗലിയത്തി ഫുലാൻ അല്ലെങ്കിൽ ഉസവ്വിജുക ബിന്ദി ഫുലാൻ അല്ലെങ്കിൽ ഉസവ്വിജുക ഉഖ്തി ഫുലാൻ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഉൻകിഹുക ഫുലാൻ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. ലാഹിറു ഈ ജസ്മിന്റെ ലാഹിർ അല്ലെങ്കിൽ ഈ ബാദിന്റെ കലാമിന്റെ ലാഹിർ അസ്ഹത്തു നിക്കാഹ് സഹിയാണ് എന്നാണ്. മാൽ ഇത്ലാഖോട് കൂടെ, അതായത് ഈജാബും ഉദ്ദേശമില്ല, വാഴുതും ഉദ്ദേശമില്ല, ഒന്നും ഉദ്ദേശിക്കാതെ ഈ വാക്ക് പറഞ്ഞാൽ നിക്കാഹ് സഹിയാകും എന്നാണ്. വഫീഹി നദർ, അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാനുണ്ട്. വല്ലതി യത്തജിഹു മുത്തജിഹായ അഭിപ്രായം ആ ഏത്തിയ ഹുന ഇവിടെ വരും എന്നാണ്. മാമറ മുമ്പ് കഴിഞ്ഞു പോയ ഒന്ന് ആഖിറു ദമാനിന്റെ ബാബിന്റെ അവസാനത്തിൽ ഫി ഉഅദ്ദിൽ മാല എന്ന് പറയുന്നിടത്ത് ഉഅദ്ദിൽ മാല എന്ന് പറയുമ്പോൾ അവിടെ അതൊരു വായതാകാം, മാല് ഞാൻ വീട്ടും എന്നൊരു വാഗ്ദാനമാകാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അത് വീട്ടാൻ ഞാൻ ഏറ്റിരിക്കുന്നു എന്ന് പറയുന്ന ലമാനുമാകാം. അപ്പൊ ലമാന്റെ ഉണ്ടാക്കലുമാകാം, അതുപോലെ അതൊരു വാഗ്ദാനവുമാകാം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇവിടെയും ആ വിഷയം വരും. ഉസവ്വജുക എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് സൗജി ആക്കി തരും, ഞാൻ നിനക്ക് ചേർത്ത് തരും എന്നുള്ള ഒരു വാഗ്ദാനമാകാം, അല്ലെങ്കിൽ അതിപ്പോൾ ഞാൻ നിനക്ക് ചേർത്ത് തരുന്നു എന്ന് പറയുന്ന നിക്കാഹിനെ ഉണ്ടാക്കലും ആകാം. രണ്ടുമാവാൻ സാധ്യതയുണ്ട്. ബൽ ലൗ ഖീല എന്ന് മാത്രമല്ല പറയപ്പെടുകയാണെങ്കിൽ ഇന്നക്തിസാസമാഹുന ഇവിടെയുള്ള ഒന്ന് ഖാസാകൽ ബി മസീദ് ഇഹ്തിയാത്തിൻ അധികമായ സൂക്ഷ്മത കൊണ്ട്, നിക്കാഹിന്റെ ഭാഗത്ത് ഏറെ സൂക്ഷ്മത പാലിക്കണം എന്നൊരു പ്രത്യേകതയുള്ള സംഗതിയാണ് നിക്കാഹ്. നിനക്ക് ഔജബ അത് നിർബന്ധമാക്കിയിരിക്കുന്നു. അല്ലാ യുഗ്തഫറ ഫീഹി ഇതിൽ പൊറുക്കപ്പെടാതിരിക്കല്ലേ. മോഹിബുൽ വാഴി ഒരു വാഴതിനെ തോന്നിപ്പിക്കുന്ന വാക്കിനെ മുത്തലക്കൻ നിരുപാധികമാതിർക്ക്, അതായത് അക്കതിലേക്ക് തിരിക്കുന്ന അടയാളം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ. ലമാനിന്റെ അവിടെ പറഞ്ഞിട്ടുണ്ട് അതിനെ ആ ലമാൻ ഉണ്ടാക്കൽ കൊള്ളെ തിരിക്കുന്ന അടയാളമുണ്ടെങ്കിൽ വാദിൽ മാല എന്നതുകൊണ്ട് ലമാനാകുമെന്ന്. എന്നാൽ ഇവിടെ അങ്ങനെ ഇത് അക്കത് ഉണ്ടാക്കുകയാണ് എന്നറിയിക്കുന്ന അടയാളമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇവിടെ അതുകൊണ്ട് നിക്കാഹ് ആകൂല എന്ന് പറയാണ് വേണ്ടത്. അങ്ങനെ പറയുകയാണെങ്കിൽ അത് വഴിയിലല്ല. തുമ്മറായത്തിൽ മുൽക്കീനിയ അത്ലഖ അൻഹും അദമ സിഹത്തി ഫീഹ. പിന്നെ ഞാൻ മുൽക്കീനി ഇമാമിനെ കണ്ടു, ഫുഖഹാവിനെ തൊട്ട് അസഹാബനെ തൊട്ട് അദ്ദേഹം നിരുപാധികം പറഞ്ഞു അദമ സിഹത്തി സഹിയാകൂല ഫീഹ,
ഉസബിജുക്ക എന്നിടത്തും ഉങ്കുഹിക്ക എന്നിടത്തും നിക്കാഹ് സഹിയാകൂല. സുമ്മ ബഹസ സിഹത്ത, പിന്നീട് മുൽഖീൻ ഇമാമ് സഹിയാകാൻ സാധ്യതയുണ്ടെന്നൊരു ബഹസ് പറഞ്ഞു. ഇതൻ സലഹ അൻ മാനൽ വാഴി, വാഴുതിൻ്റെ മാനയെ തൊട്ട് അത് ഒഴിവായാൽ ബിയൻ കാല അൽ ആന, ഉസബിജുക്ക എന്ന വാക്കിനെ കൂടുതൽ അൽ ആന എന്ന് കൂട്ടിപ്പറഞ്ഞു. ബഹുമ ആ ബഹസ് അല്ലെങ്കിൽ മുൽഖീൻ ഇമാമിൻ്റെ ആ കലാമ് സരീഹുൻ, അത് സരീഹ് ആണ്. ഫീമാ ദക്കർത്തുഹു, ഞാൻ പറഞ്ഞ വിഷയത്തിൽ അത് സരീഹ് ആണ്. അപ്പോ സവ്വജ്തുക അൻകഹത്തുക, രണ്ട് സീഗ, ഈജാബിന്റെ രണ്ട് സീഗ പറഞ്ഞു. സവ്വജ്തുക, ഞാൻ നിനക്ക് ഇണയാക്കി തന്നു. അൻകഹത്തുക, ഞാൻ നിനക്ക് ചേർത്ത് തന്നു. ഈ വാക്കിന്റെ വായനകളൊന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് ആലോചിക്കണം. കാര്യമായി നമ്മൾ നിക്കാഹ് നടത്തിക്കൊടുക്കൽ ഒരു വലിയ ചടങ്ങായി നടക്കുന്ന സംഗതിയാണ്. പലരും നിക്കാഹ് നടത്തിക്കൊടുക്കുന്ന സമയത്ത് ആ സീഗകൾക്കുള്ള അർത്ഥം തന്നെ പലപ്പോഴും പറയുമ്പോൾ കേട്ടാൽ അത്ഭുതം തോന്നിപ്പോകും. ആ രൂപത്തിലാണ് പലരും ഇതിന് അർത്ഥം പറയും. ചിലർ പറയും സവ്വജ്തുക, നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. ചിലർ പറയും നിനക്ക് ഞാൻ ഹലാലായ ഭാര്യയാക്കി തന്നു. അതുപോലെ ചിലർ അൻകഹത്തുക്കൻ്റെ ആളെ പറയും ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു. ഇതൊന്നുമല്ലല്ലോ ഈ വാക്കിന്റെ വാന. സവ്വജ്തുക, നിനക്ക് ഞാൻ ഇണയാക്കി തന്നു, സൗജ് ആക്കി തന്നു. നിനക്ക് ഞാൻ സൗജത്ത് ആക്കി തന്നു, നിനക്ക് ഞാൻ ഇണയാക്കി തന്നു. അൻകഹത്തുക, നിനക്ക് ഞാൻ ചേർത്ത് തന്നു. അതാണ് അതിൻ്റെ ചെറുതം. എങ്ങനെ അവിടെ നമ്മൾ നിക്കാഹ് ചെയ്തു തന്നു, അല്ലെങ്കിൽ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു, നിനക്ക് ഞാൻ ഹലാലായ ഭാര്യയാക്കി തന്നു എന്നിത്യാദി പ്രയോഗങ്ങളൊന്നും അതിൻ്റെ ശരിയായ പ്രയോഗമല്ല. പിന്നിപ്പോൾ അറബിയിൽ സീഗ പറഞ്ഞത് കൊണ്ട് ആ അറബി കൊണ്ട് നിക്കാഹ് സഹിയാകും എന്ന നിലക്ക് നിക്കാഹ് അന്നിലക്ക് അറബിയിൽ സീഗ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിയായി എന്ന് വെക്കാം. ഇത് അറബിയിലും സീഗ പറഞ്ഞില്ലെങ്കിലോ, അറബിയിൽ സീഗ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവിടെ പറയേണ്ടത് അതിൻ്റെ പരിഭാഷയാണ്, അതിന് തെരുതമ. അത് ആ ലൊഹബിയായ തെരുതമയാണ് പറയേണ്ടത്. നമ്മൾ നാട്ടിൽ പറയുന്ന വാക്കുകളൊന്നുമല്ല അതിൻ്റെ. ഈ തസ്വീജ് എന്ന വാക്കിൻ്റെ ലോകത്തിൻ്റെ മാന എന്താണ്, ഇൻകാഹ് എന്ന വാക്കിൻ്റെ ലൊഹവിയായ മാന എന്താണ്, ആ ലൊഹവിയായ മാനകളാണ് അവിടെ നമ്മൾ അതിന് പരിഭാഷയായിട്ട് പറയുന്നത്. ഹലാലായ ഭാര്യയാക്കി തന്നു എന്നോ, വിവാഹം ചെയ്തു തന്നു എന്നോ, അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തു തന്നു എന്നോ, ഇതൊന്നുമല്ല അവിടെ പറയേണ്ടത്. വിഷയത്തിൽ ഇനിയും സീകന്റെ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് വരും.